നമ്മെപ്പോലെ ഇവർക്കും മനസാക്ഷി ഇല്ലാതെ പോയോ? ഈ എച്ചി പാത്രങ്ങൾ കഴുകാൻ ഇവരൊക്കെ ജോലിക്കാരെ വെച്ചിട്ടുണ്ട് അവിടെ. ഏട്ടാ, ഏട്ടൻ എന്താ ഈ കാണിക്കുന്നേ? ഞങ്ങൾ കഴിച്ച പ്ലേറ്റ് ഞങ്ങൾ കഴുകി വെക്കില്ലേ? എന്നിട്ട് എന്താ കഴുകി വെക്കാറുന്നേ? നിങ്ങളുടെ ഭാര്യമാർ ഇവിടെ ഇല്ലെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർക്കാറുന്നില്ലേ? ഇന്ദിരേട്ടാ, ഞങ്ങൾ കഴിച്ച പ്ലേറ്റ് കഴുകാനെടുത്താലേ അനുചേച്ചത് സമ്മതിക്കില്ല. ഞാൻ നിങ്ങൾക്ക് അന്യാണെന്ന് ചോദിച്ച് വഴക്ക് പറയും. അതുകൊണ്ടാ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പ്ലേറ്റ് എടുക്കാതെ പോയത്. അമ്മ ഏട്ടത്തെ വിളിച്ച് കാല് തടവിക്കായിരുന്നു ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അത് കണ്ടപ്പോൾ പ്ലേറ്റ് എടുത്ത് കഴുകി വെക്കാൻ വേണ്ടി വരികയായിരുന്നു ഞങ്ങൾ. അപ്പോഴേക്കും ഏട്ടൻ്റെ അടുത്ത് കഴുകുകയും ചെയ്തു. കുഴപ്പമില്ല സത്യ. ഞാനും അനുവും വളർത്തമ്മയോടുള്ള കടപ്പാട് തീർക്കാൻ വന്നതല്ലേ. അപ്പം പിന്നെ അമ്മയ്ക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി കഷ്ടപ്പെടാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഇന്ദിരേട്ടാ, ഞങ്ങൾ ആ രീതിയിൽ കാണല്ലേ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്കും ഇന്ദിരേട്ടനെ പോലെ വിഷമമുണ്ട്. ഏട്ടാ ഏട്ടാ, ഒരു മിനിറ്റ്. ഇനി ഏട്ടായിരുന്നോ? ഞങ്ങൾ വിളപ്പത്തരാം. വേണ്ടടാ, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ അടുത്ത് കഴിച്ചോളാം. ഞങ്ങൾ വിളമ്പത്തരാന്നേ. ഞങ്ങളുടെ എച്ചിപ്പാത്രം കഴുകിയത് ഏട്ടനല്ലേ. അതുകൊണ്ട് ഏട്ടനെ ആഹാരം കഴിപ്പിച്ച് ഈ പാത്രം കഴുകി വെച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. വേണമെങ്കിൽ അനുചേച്ചി ഊണേൽപ്പിച്ചിട്ട് ആ പാത്രം ഞങ്ങൾ കഴുകി വെച്ചോളാം. മതി മതി, അത്രയ്ക്കൊന്നും വേണ്ട. അമ്മയോടുള്ള കടപ്പാടൊക്കെ കൊള്ളാം. പക്ഷെ അതിന്റെ പേരിൽ ഏട്ടത്തെ കൂടി അമ്മ ബുദ്ധിമുട്ടിക്കുന്നത് ഏട്ടൻ വേണം തടയാൻ. നോക്കാം സത്യ, അമ്മയുടെ സ്വന്തം മകനായിട്ട് 32 വർഷം ജീവിച്ചു. വളർത്തു മകനായിട്ട് ഇപ്പൊ ജീവിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ. ഏതമ്മയാണ് നല്ലതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അറിയാവുന്ന എല്ലാരെയും വിളിക്കണം. എന്നെ പരിഹസിച്ചവരും കുറ്റം പറഞ്ഞവരും ഒക്കെ കാണട്ടെന്നേ. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ വിനയ? എന്തിനാ വെറുതെ ആർഭാടം കാണിക്കുന്നേ? നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ച് ലളിതമായ രീതിയിൽ ചടങ്ങ് നടത്തുന്നതാ ഭംഗി. എനിക്കും അതേ അഭിപ്രായം തന്നെയാ. ദൂർത്ത് കാണിച്ച് വെറുതെ കാശ് കളഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. എന്നാര് പറഞ്ഞു? ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അറിയാവുന്നവരെല്ലാം അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. എന്റെ കയ്യിൽ കാശില്ലാത്തോണ്ടാ, അല്ലെങ്കിൽ മോഹൻലാലിനെ മമ്മൂട്ടിയെ കൊണ്ട് ഞാൻ ഉദ്ഘാടനം നടത്തിച്ചേനെ. ആ അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. അടുത്ത കട അവരാരെങ്കിലും കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കണം. ഇതൊരു തുടക്കം മാത്രമല്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ ഇതൊരു തുടക്കം മാത്രം ആവണേന്നാ എന്റെയും പ്രാർത്ഥന. പക്ഷെ നീ അതിനുവേണ്ടി പരിശ്രമിക്കണം. പതുപോലത്തെ ഉഴപ്പം മറ്റും കാണിച്ചാ ഒന്നും ശരിയാവില്ല. എന്താ അങ്ങനെ ഒരു ടോക്ക്? ഈ വിനയനെ അങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ ഉഴപ്പി നടക്കുന്നൊന്നല്ല.